നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ മേഖല, അതായത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന മേഖലയിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനെടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് IPC 375 IPC 375 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് IPC 375 എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 63 ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് റേപ്പിനെ കുറിച്ചാണ് നിർവചിക്കുന്നത്. റേപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ നമ്മൾ പറയുന്നത് ബലാത്സംഗം എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ, ഇച്ഛ കൂടാതെ ആ സ്ത്രീയുമായി ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് റേപ്പ് എന്ന് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റേപ്പ് ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാലാണ് അത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ പെടുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ലൈംഗിക താല്പര്യത്തോടു കൂടി ആ സ്ത്രീയുമായി വീഴ്ചയിലേർപ്പെടുന്ന പ്രക്രിയക്കാണ് ബലാത്സംഗം എന്ന് പറയുന്നതെങ്കിലും അത് ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് നിർവഹിക്കുന്നതെങ്കിലാണ് ശിക്ഷാർഹമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ റേപ്പിൻ്റെ പരിധിയിൽ പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 375 ഇതിൽ പ്രതിപാദിക്കുന്നത്. വകുപ്പ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 63. ഇത് ഒന്നാമത് നോക്കുന്നത് ആ സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ടാണോ എന്നുള്ളതാണ്. അതായത് സ്ത്രീക്ക് സമ്മതമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പുരുഷൻ നിർബന്ധപൂർവ്വമാണ് ഇപ്രകാരമുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമതോ ആ സ്ത്രീയുടെ സമ്മതം തേടുന്നില്ല, ആഗ്രഹമില്ല, പക്ഷെ സമ്മതം പോലും ചോദിക്കാതെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ബലാത്സംഗത്തിൻ്റെ നിർവചനത്തിൽപ്പെടുത്തുന്നു. ഇനിയോ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കുമെന്നോ മരണപ്പെടുത്തുമെന്നോ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഭീഷണി പ്രയോഗത്തിലൂടെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും റേപ്പിൻ്റെ നിർവചനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇനിയോ വിശ്വാസം നേടിയെടുക്കുന്നു, അതായത് പ്രലോഭനങ്ങളും മറ്റു കാര്യങ്ങൾ കൊടുത്ത് വിശ്വാസം നേടിയെടുത്തിട്ട് ഇപ്രകാരമുള്ള വീഴ്ചയിൽ ഏർപ്പെടുന്നു, അതും ബലാത്സംഗത്തിൻ്റെ കാര്യത്തിലാണ് പെടുന്നത്. ഇനിയോ ചിത്തം, ഭ്രമം, ലഹരി എന്നിവ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൊടുത്ത് ആ ബോധാവസ്ഥയിലാക്കിയതിന് ശേഷം സ്ഥിരമായ ബുദ്ധിയില്ലാതിരിക്കുന്ന അവസരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും റേപ്പിൻ്റെ നിർവചനത്തിലാണ് പെടുന്നത്. പിന്നെയോ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ സമ്മതമോ സമ്മതമില്ലാതെയോ ചെയ്യുന്ന ഈ ഒരു വീഴ്ചയും ബലാത്സംഗമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. പിന്നെയോ ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് പെൺകുട്ടി എതിർത്തില്ല എന്ന കാരണത്താൽ അതിന് സമ്മതമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. എതിർത്തില്ല എന്ന കാരണത്താൽ ചെയ്യുന്നതും എന്തു തന്നെയാണ്, റേപ്പ് എന്ന ശ്രേണിയിൽ തന്നെയാണ് ഇതിനെ പെടുത്തുന്നതും. ഇത്തരത്തിലുള്ള റേപ്പ് എന്നതിനെ സെക്ഷൻ 375 പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എക്സെപ്ഷൻസ് നിർവചിച്ചിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എക്സെപ്ഷൻസ് ഉള്ളത്? ഒന്ന്, ചികിത്സാ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതായത് ഇപ്പോൾ ചികിത്സാ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റേപ്പിൻ്റെ നിർവചനത്തിൽ പെടുന്നില്ല. 2, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം റേപ്പിൻ്റെ നിർവചനത്തിൽ പെടുന്നില്ല. 18 വയസ്സിന് മുകളിൽ ഭാര്യയ്ക്ക് പ്രായം ഉണ്ടായാൽ മാത്രം മതി. ഇനി ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള പണിഷ്മെൻറ്റ്, അതായത് റേപ്പ് അഥവാ ബലാത്സംഗത്തിനുള്ള പണിഷ്മെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് അത് പ്രതിപാദിച്ചിരിക്കുന്നത് IPC സെക്ഷൻ 376 IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവാണ് ശിക്ഷ പ്രധാനമായിട്ടുള്ളത്. അത് നൽകുന്നത് IPC സെക്ഷൻ 376 സബ്ക്ലോസ് 1 പ്രകാരമാണ്. ഇനി IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരവും ശിക്ഷയുണ്ട്. അതെങ്ങനെയാണെങ്കിൽ അതും 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും, ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കാലം ബാക്കി വീണ്ടും ജീവപര്യന്തമായിട്ടുമാണ് കണക്കാക്കുന്നത്. അതിൽ ആർക്കൊക്കെയാണ് അത് ബാധകമാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പോലീസ് ഓഫീസർ കൃത്യനിർവഹണം ചെയ്യുവാനായിട്ട് ചുമതലപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചോ സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ചോ കസ്റ്റഡിയിൽ വെച്ചോ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നു. ഇനി അതേപോലെ ഒരു പൊതുജനസേവകൻ, അതായത് പൊതുജനസേവന ഗവൺമെൻറ് എംപ്ലോയി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? അല്ലെങ്കിൽ പൊതുജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി, ഒരു പൊതുജനസേവകൻ ഔദ്യോഗിക പദവി ദുരുപയോഗിച്ചുകൊണ്ട് ഒരു ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അയാൾക്കും ലഭിക്കുന്നത് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ, ശേഷിക്കുന്ന കാലം ജീവപര്യന്തം എന്നിവയാണ്. ഇനിയോ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എന്നിവ
നിയോഗിച്ചിരിക്കുന്ന സായുധ സേനകളിലെ അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമുള്ള ശിക്ഷയാണ് നൽകുന്നത്. പിന്നെയോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ചാരിറ്റി ഹോംസ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനായിട്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോ അതിൻ്റെ മാനേജ്മെൻറ്റോ അവിടെയുള്ള ഏതെങ്കിലും ഒരു അന്തേവാസിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ലഭിക്കുന്ന ശിക്ഷ IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമാണ്. ഇനിയോ ആശുപത്രി മാനേജ്മെൻറ്റിലെ ജീവനക്കാരോ ആശുപത്രിയിലെത്തുന്ന സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കും ശിക്ഷ ലഭിക്കുന്നത് IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമാണ്. ഇനിയോ ഉത്തരവാദിത്തപ്പെട്ട സംരക്ഷണം നൽകേണ്ട ഒരു വ്യക്തി, അത് ബന്ധുവാകാം, രക്ഷകർത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അധികാരമുള്ള ഒരാളുമാവാം, ഇത്തരത്തിലുള്ളൊരു വ്യക്തിയിൽ നിന്നും നേടുന്ന അല്ലെങ്കിൽ നേരിടുന്ന പീഡനവും ഏതിൽപ്പെടുത്തുന്നതാണ്? IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പെടുത്തുന്നതാണ്. ഇനി വർഗീയ ലഹള, വംശീയ ലഹള എന്നിവയുടെയൊക്കെ ഭാഗമായിട്ട് അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന കുറ്റം എന്ന് പറയുന്നതും IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമാണ്. ഇനി ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ ആ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലും IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമുള്ള ശിക്ഷയാണ് ലഭിക്കുന്നത്. ഇനിയോ മാനസിക ശാരീരിക വൈകല്യമുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലും ലഭിക്കുന്നത് IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമുള്ളതാണ്. ഇനി ഒരു സ്ത്രീയെ തന്നെ ആവർത്തിച്ചൊരുപാട് തവണ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ശിക്ഷയും IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമുള്ള ശിക്ഷയാണ്. പിന്നെയോ ഗുരുതരമായ ശാരീരിക ക്ഷതം, പരിക്ക്, വൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റേപ്പാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും ശിക്ഷ ലഭിക്കുന്നത് IPC സെക്ഷൻ 376 സബ്ക്ലോസ് 2 പ്രകാരമാണ്. അപ്പോൾ IPC സെക്ഷൻ 375 പ്രകാരമുള്ള ശിക്ഷയും ശിക്ഷാരീതികളും ശിക്ഷാ സാഹചര്യങ്ങളുമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.